എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ ഒരു അഭ്യർത്ഥനയാണ്. ഈ അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് നമ്മൾ പറഞ്ഞുവിട്ടിരിക്കുന്ന നമ്മുടെ 6 എം പിമാരോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഇതിൽ 4 പേർ CPM-ൽ നിന്നുള്ള എം പിമാരും 2 പേർ CPI-യിൽ നിന്നുള്ള എം പിമാരുമാണ്. അവരാരൊക്കെയാണ് എന്ന് നമുക്കറിയാം. അതിലൊന്ന് ശ്രീ ജോൺ ബ്രിട്ടാസാണ്, മറ്റൊന്ന് ശ്രീ A റഹീമാണ്, മൂന്നാമത്തെയാൾ ശ്രീ V ശിവദാസനാണ്, നാലാമത് ശ്രീ K രാധാകൃഷ്ണനാണ്. CPI-യിൽ നിന്നുള്ള 2 ആൾക്കാരിൽ ഒന്ന് ശ്രീ P സന്തോഷ് കുമാറും മറ്റൊന്ന് ശ്രീ PP സുനീറുമാണ്. ഈ 6 പേരും ഈ അടുത്തയിടെ ഏറ്റവും സജീവമായിട്ട് ഒരു വിഷയത്തിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടത് ഡൽഹിയിൽ നീറ്റ് സമരവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്തായാലും ആ സമരം വിജയിച്ചു. അതിൽ തീരുമാനമായി യുവാക്കളുടെ അവസരം, യുവാക്കളുടെ അവകാശം ഇത് രണ്ടും നഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ രാജിയിൽ അത് കലാശിക്കുന്നു. കുറേയധികം റിഫോംസ് ആ മേഖലയിൽ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ നിയമ ഭേദഗതി അടക്കം നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു സക്സസ് വന്നതിൻ്റെ തുടർച്ചയായിട്ട് ഇവരെ ഞാൻ ക്ഷണിക്കുന്നത് തിരുവനന്തപുരത്ത് പട്ടത്തേക്കാണ്. നമുക്കറിയാം, പട്ടത്താണ് കേരള PSCയുടെ ആസ്ഥാനം. അതുകൊണ്ട് തന്നെ അവിടെ വന്ന് യുവാക്കളുടെ അവകാശ നിഷേധത്തിനും അവസര നിഷേധത്തിനും എതിരായി ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എങ്ങനെയാണോ സമാധാനപരമായിട്ടുള്ള സമരം ചെയ്യേണ്ടത്, ആ സമരം പട്ടം PSC ഓഫീസിൻ്റെ അടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹപൂർവ്വമുള്ള ഒരു ക്ഷണമാണിത്. അതെന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് വിശദമാക്കുകയാണ് ഈ വീഡിയോയിൽ. തുടർന്ന് നോക്കാം. വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്തെ എല്ലായിടത്തും സംരക്ഷിക്കപ്പെടണം. അത് നീറ്റിൽ മാത്രമല്ല, PSCയിൽ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളിലും. ഡൽഹിയിൽ ഉണ്ടായിരുന്ന പ്രശ്നം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നടന്നിരിക്കുന്നത് PSCയുടെ ചോദ്യപേപ്പർ ചോർച്ചയല്ല, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒരാൾക്ക് വേണ്ടി ഒരു സിസ്റ്റത്തിനെ മുഴുവനും റിഗ് ചെയ്യുന്ന ഒരു പണിയാണ് ഇവിടെ PSC ചെയ്തിരിക്കുന്നത് എന്നതിനെ വ്യക്തമാക്കുന്ന തെളിവുകളും സൂചനകളും ഇപ്പോൾ തന്നെ വന്നിരിക്കുകയാണ്. ഇത് നടന്നിരിക്കുന്നത് LDF സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്താണ്. ഒരു ഓട്ടോണമസ് സംവിധാനമാണ് PSC എന്നൊക്കെ പറയാം. അങ്ങനെയാണ് എങ്കിൽ ഈ നീറ്റിൻ്റെ മത്സര പരീക്ഷകളൊക്കെ നടത്തുന്ന NTA എന്ന് പറയുന്നതും അതേപോലെയുള്ള ഒരു ഓട്ടോണമസ് സംവിധാനമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമല്ല അത്. അതേപോലെ കേരള സർക്കാരും നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമല്ല PSC. അതുകൊണ്ട് ആ വാദം അവിടെ നിലനിൽക്കില്ല. പകരം ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ, ഒരാളിന് വേണ്ടി ഒരു എക്സാം നടത്തുമ്പോൾ, പിന്നീട് അതിലുള്ള എല്ലാ കാര്യങ്ങളും ഒരാളിന് വേണ്ടി ഭേദഗതി ചെയ്യുമ്പോൾ അതാരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്നതിനെക്കുറിച്ച് ചോദിക്കാനായി നമ്മുടെ യുവാക്കൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 6 എം പിമാരെ ക്ഷണിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചീഫ് എന്നുള്ള ഈ ഒരു തസ്തികയിൽ ഈ ഒരു എക്സാം നടത്തിയിരിക്കുന്നതിൻ്റെ ഓരോ സ്റ്റെപ്പും നമ്മൾ പരിശോധിച്ചാൽ അത് പൂർണ്ണമായിട്ടും ഒരു വ്യക്തിക്ക് വേണ്ടി ആ എക്സാമിനെ റിഗ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് വ്യക്തമാകും. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നത് ആ പരീക്ഷ എന്നത് തന്നെ ഒരു പ്രഹസനമായിരുന്നു എന്നതാണ്. എല്ലാവർക്കും തുല്യ അവസരമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി, ആൾക്കാരെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ ഒരു പരീക്ഷ തന്നെ നടത്തിയത്. രണ്ടാമത്, ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ആർക്കാണോ ഒന്നാമത് നിയമനം നൽകേണ്ടത് ആ ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഈ വേണ്ടപ്പെട്ട ആളിനെ ഒന്നാമത് എത്തിക്കാൻ വേണ്ടി അയാൾക്ക് മാർക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്തതും എന്നാൽ മറ്റുള്ള ആൾക്കാർക്ക് മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു 10 ചോദ്യം അവർക്ക് കിട്ടി. അതിൽ 4 എണ്ണം ഇദ്ദേഹം ഉത്തരം എഴുതാതെ വിട്ടു, 6 എണ്ണം ഉത്തരം എഴുതി തെറ്റുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, ആകെ 100 മാർക്കിൻ്റെ എക്സാമിൽ 58 മാർക്ക് ഈ ഒന്നാമത് വരാൻ ഇവർക്ക് താല്പര്യമുള്ള വ്യക്തിക്ക് തെറ്റുകയോ അല്ലെങ്കിൽ ഉത്തരം എഴുതാതെ വിടുകയോ ചെയ്തിട്ടുണ്ട്. ബാക്കി 42 മാർക്ക് മാത്രമേ ആ എക്സാമിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇവാലുവേഷൻ്റെ ഭാഗമായി 58 മാർക്കിനുള്ള ഈ 10 ചോദ്യങ്ങളുടെ ആൻസർ കീ നൽകിയില്ല എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ഒന്നാമത് ആരെയാണോ വരുത്തേണ്ടത് ആ ആളിനെ ഒന്നാമത് വരുത്തുന്നു, പകരം മറ്റുള്ള ആൾക്കാരുടെ എല്ലാം തന്നെ സാധ്യത ഇല്ലാതെയാക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നു. എഴുതി വെച്ചിരിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ അതിൻ്റെ ആൻസർ ഷീറ്റ് ഉള്ളപ്പോൾ, ആൻസർ കീ ഉള്ളപ്പോൾ ഇതെല്ലാം തന്നെ തെളിവുകളോടെ പൊക്കാം എന്ന് സാധ്യതയുള്ള ഒരു സ്ഥലത്ത് 100-ൽ 58 മാർക്ക് ഒരാളിന് വേണ്ടി മുക്കുകയാണ് എങ്കിൽ ഇൻ്റർവ്യൂ എങ്ങനെ നടന്നിരിക്കാം എന്നുള്ളത് ഏതൊരാളിൻ്റെയും സാമാന്യ ഊഹമാണ്. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം റിഗ്ഗിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് പൂർണ്ണമായ അർത്ഥത്തിൽ റാങ്ക് ചോരി. ഇത് അവിടം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതേണ്ടതില്ല. കാരണം ഈ തട്ടിപ്പ് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ കഴിയുന്നത് അതിനെയെല്ലാം തന്നെ ചെയ്ത് ഈ സിസ്റ്റത്തിനെ പൂർണ്ണമായിട്ടും ദുരുപയോഗിക്കുന്നതിനും PSC ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനം. അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാതെ തടഞ്ഞു വെച്ചു. ഈ സംഭവം നടന്ന് 2 വർഷം കഴിയുമ്പോഴാണ് ഇതിൽ 1ാം റാങ്കിൽ എത്തുന്ന ആളിന് നിയമനം നൽകുന്നത്. പക്ഷേ ആ 2 വർഷത്തിനിടയിലും
ഈ PSC നടത്തുന്ന പരീക്ഷകളിൽ പ്രത്യേകിച്ച് പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്ന സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്ന വളരെ കുറച്ച് ആൾക്കാരെ മാത്രം നിയമിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഹൈ പ്രൊഫൈൽ എക്സാമിനേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് PSCയുടെ ആഭ്യന്തര വിജിലൻസ് ഒരു തരത്തിലുള്ള അന്വേഷണത്തിന് മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇനി PSCയുടെ തന്നെ ചട്ടങ്ങളും നിയമാവലിയും ഒക്കെ പ്രകാരം നമുക്ക് നമ്മുടെ പേപ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അവർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് അടയ്ക്കണം, അങ്ങനെ അപേക്ഷിക്കണം. അങ്ങനെ ഫീസ് അടച്ച് അപേക്ഷിച്ചാൽ 1 മാസത്തിനകം കിട്ടേണ്ടുന്ന ഉത്തരക്കടലാസ് അങ്ങനെ അപേക്ഷിച്ചിരുന്ന ഒരാളിനും കൊടുത്തില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് പുറത്ത് വിടാതിരുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് PSC ആണ്. അവരുടെ വിശദീകരണം വന്നില്ല എങ്കിലും അതിൻ്റെ കാരണം എന്താണ് എന്ന് സാമാന്യമായിട്ടുള്ള ഒരു ബുദ്ധിയുള്ള ആൾക്കാർക്കെല്ലാം തന്നെ മനസ്സിലാകുമെന്ന് PSC ഓർക്കണം. അതും കഴിഞ്ഞ്, അതായത് നിയമപ്രകാരം ഞാൻ പണമടച്ചതിന് ശേഷം എനിക്ക് ലഭിക്കേണ്ടുന്ന എൻ്റെ ഉത്തരക്കടലാസ് കിട്ടാതെയാകുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചെയ്യുക നിയമ വഴിയൊക്കെ തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് വിവരാവകാശ നിയമം ഉപയോഗിച്ച ആൾക്കാരുണ്ട്. പക്ഷേ വിവരാവകാശ നിയമം വഴി അപേക്ഷിക്കുമ്പോഴും ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അവസാനം അതിൻ്റെ സെക്കൻഡ് അപ്പീലൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊരു ഓർഡർ ഉണ്ടാകുന്നു, ഇത് കൊടുത്തേ മതിയാകൂ. അങ്ങനെ കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഈ വലിയ തട്ടിപ്പ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ തട്ടിപ്പ് വന്ന ഉടനെ തന്നെ അത് സത്യം പറഞ്ഞാൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടുന്ന ഒരു കേസാണ് എങ്കിൽ കൂടി നാട്ടുകാരെല്ലാം അറിഞ്ഞു, മാധ്യമങ്ങളെല്ലാം അറിഞ്ഞു എന്ന് വന്നപ്പോൾ PSC തീരുമാനിച്ചത് അവരുടെ ഒരു സബോർഡിനേറ്റ് സ്റ്റാഫിനെ, എക്സാം കൺട്രോളറെയോ മറ്റോ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാം എന്നാണ് അവർ ചിന്തിച്ചത്. അതായത് PSC ചെയർമാന് താഴെ വരുന്ന ഒരു സ്റ്റാഫിനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇൻറ്റേർണൽ എൻക്വയറി ആയിട്ട് ഇതിനെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി ശ്രമിച്ചു. ചുരുക്കി പറഞ്ഞാൽ PSC എന്നുള്ള ഒരു സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടുന്ന നിയമ സംവിധാനത്തിനെ അടിമുടി ദുരുപയോഗിച്ചതിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് നിയമനം നൽകുന്ന രീതിയിലത്തേക്ക് ഈ ഒരു എക്സാമിനേഷനെ റിഗ് ചെയ്തത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഡൽഹിയിൽ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉന്നയിച്ച് അത് തെളിയിച്ച് അവിടെ പ്രശ്നമുണ്ട് എന്നും അതിൻ്റെ എക്സ്റ്റൻഡഡ് റെസ്പോൺസിബിലിറ്റി കേന്ദ്ര സർക്കാരിനുണ്ട്, NTA ഓട്ടോണമസ് സംവിധാനമാണോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല, റെസ്പോൺസിബിളായിട്ടുള്ള മന്ത്രി അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് രാജിവെക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത് വിജയിപ്പിച്ച ആൾക്കാരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബ്രിട്ടാസും റഹീമും അടക്കമുള്ള CPIയിൽ നിന്നും CPMൽ നിന്നും ഒക്കെയുള്ള 6 മലയാളി MP മാർ. അവർക്ക് സ്വന്തം നാട്ടിൽ മൂക്കിന് താഴെ തിരുവനന്തപുരത്ത് പട്ടത്തുള്ള ഒരു സ്ഥാപനം നിയന്ത്രിക്കുന്ന ഒരു എക്സാം ഒരാളിന് വേണ്ടിയിട്ട് റിഗ് ചെയ്തു എന്നുള്ള ഒരു വിവരം തെളിവുകൾ സഹിതം പുറത്തു വരുന്ന സമയത്ത് എന്താണ് ഇനിയും ഈ വിഷയത്തിൽ സമാധാനപരമായി പ്രതിഷേധിക്കാൻ വൈമനസ്യം, വൈക്ലഭ്യം എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഈ PSC ഇന്നത്തെ സർക്കാർ നിയമിച്ചിരിക്കുന്ന PSC അല്ല, മറിച്ച് അതിലുള്ള അംഗങ്ങളെ നിയമിച്ചിരിക്കുന്നത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ CPMൻ്റെയും CPIയുടെയും താല്പര്യപ്രകാരമാണ് അതിലേക്ക് നിയമനങ്ങൾ നടന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ അധികാരത്തിലില്ല എങ്കിലും സ്വന്തം രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം സർക്കാർ സ്വന്തമായി നിയമിച്ചിരിക്കുന്ന PSCയെ ദുരുപയോഗിച്ചു എന്നുള്ള ഒരു കുറ്റസമ്മതം ഇവിടെ കേരളത്തിൻ്റെ ഈ 6 ഇടതുപക്ഷ MP മാർ നടത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവകാശവും അവസരവും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടി അവർ ഇവിടെ സമരത്തിന് ഇറങ്ങേണ്ടതാണ്. അവരോടൊപ്പം പാറ്റകളും മറ്റുള്ള ആൾക്കാരും ഒക്കെ തന്നെ വരും എന്നതിനെക്കുറിച്ചും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ പഴയ സർക്കാരിൽ ആരും തന്നെ ഇപ്പോൾ രാജിവെക്കാൻ അവശേഷിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ PSC ചെയർമാൻ അടക്കമുള്ള അംഗങ്ങളെല്ലാം തന്നെ രാജിവെക്കണം എന്നൊരാവശ്യവുമായിട്ട് എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അവരെ പുറത്താക്കാനായിട്ട് അധികാരമുള്ളത് ഗവർണർക്കാണ്. അതുകൊണ്ട് അവരെ പുറത്താക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് ഗവർണറെ നേരിട്ട് കണ്ട് ഗവർണർക്ക് മുന്നിൽ അത് ഔദ്യോഗികമായി വയ്ക്കാൻ എന്തുകൊണ്ട് ഈ 6 മലയാളി MP മാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതേപോലെ ഇത് രണ്ടും ഓട്ടോണമസ് സംവിധാനങ്ങളായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൽ ധർമ്മേന്ദ്ര പ്രധാന് മാത്രമല്ല നരേന്ദ്രമോദിക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്ന ഇടതുപക്ഷക്കാർ ഈ വിഷയത്തിൽ PSCയുമായി ബന്ധപ്പെട്ട ഈ കൊടിയ തട്ടിപ്പിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ പിണറായി വിജയന് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുമോ എന്നതറിയാനും എനിക്ക് കൗതുകമുണ്ട്. നിങ്ങളിത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്നത് ശുദ്ധ ഇരട്ടത്താപ്പാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നാട്ടുകാർ അതങ്ങനെ തന്നെയാണ് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ 100 കണക്കിന് ആൾക്കാരെ നിയമിക്കുന്ന ഏതെങ്കിലും പോസ്റ്റ് അല്ല ഇത്. കാരണം അങ്ങനെയുള്ള നിരവധി പോസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആരെയെങ്കിലും തിരികെ കയറ്റിയാൽ പോലും പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട ചീഫ് എന്നുള്ള ഒരു പ്രൈം പോസ്റ്റാണ്. ആ പോസ്റ്റിൽ ഏറ്റവും ഉയർന്ന ഒരു സ്റ്റാർട്ടിംഗ് സാലറിയാണ് കിട്ടുന്നത്, ഏതാണ്ട് 1.25 ലക്ഷം. ചുരുക്കം ചില ആൾക്കാരെ മാത്രമേ 2-3 പേരെ മാത്രമേ നിയമിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള വളരെ നോട്ടീസ് ചെയ്യപ്പെടാവുന്ന ഒരു മേഖലയിൽ ഇത്രയും വലിയ ഒരു വ്യാപക ക്രമക്കേട്, മര്യാദകേട് ആസൂത്രിതമായി ചെയ്യുന്നതിന് PSCക്ക് യാതൊരു വിധത്തിലുള്ള ഉളുപ്പുമില്ല എങ്കിൽ
അവർ ഇതേപോലെയുള്ള എന്തൊക്കെ തട്ടിപ്പ് ഇതിനു മുമ്പ് എത്ര തവണ നടത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ഊഹിച്ചു നോക്കുക. 100-ൽ 58 മാർക്ക് ഒരാളിന് വേണ്ടി ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ ആ 58 മാർക്കുകളുടെ കൂടി ആൻസർ കീ കൊടുത്ത് ഇവാലുവേഷൻ നടത്തിയിരുന്നുവെങ്കിൽ 1-ാം റാങ്കിലെത്തി നിയമനം ലഭിച്ചിരിക്കുന്ന ആളിന് ആ റാങ്ക് ലിസ്റ്റിൻ്റെ പരിസരത്തെത്താനുള്ള യോഗ്യത ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഒരാൾ സർക്കാരിലേക്ക് നിയമിക്കപ്പെട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി അവർക്കുള്ള ശമ്പളത്തിനും ആനുകൂല്യത്തിനുമുള്ള പണം നമ്മുടെ നികുതി വഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വലിയ ദുരവസ്ഥ. കേന്ദ്രത്തിൽ NTA-യ്ക്കും കേന്ദ്ര സർക്കാരിനും ഒന്നും തന്നെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വിശ്വാസ്യതയില്ല എന്ന് പറയുന്ന ഇടതുപക്ഷക്കാർ കേരള PSCക്ക്, അതിനെ നിയന്ത്രിച്ചിരുന്ന ഇടതുപക്ഷ സർക്കാരിന് എന്ത് തരത്തിലുള്ള വിശ്വാസ്യതയാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് എന്നതിനെക്കുറിച്ച് പരസ്യമായി പറയാനുള്ള നട്ടെല്ലുറപ്പ് കാണിക്കണം. അതാണ് എനിക്ക് 6 MP-മാരോട് പറയാനുള്ളത്. ഈ PSCയിലുള്ള ഓരോ ആളിനും ഉയർന്ന ശമ്പളം നൽകുന്നതിന്, മൊത്തത്തിൽ അവരുടെ എക്സ്പെൻസസ് നോക്കിയാൽ കോടിക്കണക്കിന് രൂപ അവരുടെ ശമ്പളവും ആനുകൂല്യവുമായി നൽകുന്നതിന് നമ്മുടെ നികുതി വരുമാനമാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്തതുപോലെ നമ്മുടെ മന്ത്രിസഭയ്ക്ക് തുല്യമായിട്ടുള്ള അംഗബലമാണ് ഇവിടുത്തെ PSCക്കും. മറ്റു പല സംസ്ഥാനങ്ങളിലും 10-ൽ താഴെയുള്ള അംഗങ്ങൾ മാത്രമുള്ളപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം 21. ഇതിന് അവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ന്യായം മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെയല്ല, വളരെ വിശ്വാസ്യമായ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഈ എക്സാം ഒക്കെ നടത്തുന്നത്, നിയമനം നൽകുന്നത് എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും അടപടലം പൊട്ടിപ്പൊളിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ SIT ഇപ്പോൾ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം ഒരു ലോജിക്കൽ കൺക്ലൂഷനിലെത്തട്ടെ. ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആൾക്കാർ, അത് PSCയിലുള്ളവരാണെങ്കിലും നിയമനവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിലും ഒക്കെ തന്നെ അതിൽ മാതൃകാപരമായിട്ട് അവർ അർഹിക്കുന്ന ശിക്ഷ നേടട്ടെ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ PSCയുമായി ബന്ധപ്പെട്ട് അടിമുടി റിഫോംസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒന്നാമത് ചെയ്യേണ്ടത് ഈ 21 അംഗങ്ങൾ എന്നുള്ളത് ഇവിടെ ആവശ്യമില്ല എന്നുള്ള ഭരണപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അതിന് കോൺഗ്രസ് സർക്കാർ തയ്യാറാകുമോ എന്നെനിക്കറിയില്ല. പക്ഷേ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ആൾക്കാരെ തീറ്റിപ്പോറ്റുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ബാക്കിയാണ്. ഓരോ കാര്യത്തിലും ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുക. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഉൾപ്പെടെ അതത് ഘട്ടങ്ങളിൽ ഇടപെടാത്ത ആൾക്കാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല, എന്തുകൊണ്ട് നിഷ്ക്രിയത്വം പാലിച്ചു തുടങ്ങിയ കാര്യങ്ങളടക്കം അന്വേഷിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടിയുണ്ട്. ഈ PSCയിലുള്ള ഈ 21 അംഗങ്ങളിൽ ആരുടെയെങ്കിലും വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാവില്ല ഈ ഒരു നിയമനം കൊടുത്തിരിക്കുന്നത്, മറിച്ച് അത് ഭരണപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെയെങ്കിൽ അന്വേഷണം PSCയിൽ മാത്രമായി ഒതുക്കുകയല്ല വേണ്ടത്. പഴയ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ആൾക്കാർ, അന്നത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ആൾക്കാർ, അവരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് എന്തായിരുന്നു എന്നതുകൂടി അന്വേഷിക്കണം. അതുകൊണ്ട് ശ്രീ ജോൺ ബ്രിട്ടാസ്, ശ്രീ A. റഹീം, ശ്രീ V. ശിവദാസൻ, ശ്രീ K. രാധാകൃഷ്ണൻ, ശ്രീ P. സന്തോഷ് കുമാർ, ശ്രീ P. സുനീർ, ഈ ആൾക്കാരെല്ലാവരും പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ അക്കൗണ്ടബിലിറ്റിയും ഈ വിഷയത്തിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ആ സർക്കാരും സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമാധാനപരമായി ഭരണഘടന പറയുന്ന തരത്തിലുള്ള ഒരു സമരം തിരുവനന്തപുരത്ത് പട്ടത്ത് നടത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് സാധിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ വിഷയത്തിൽ കാണിച്ചതെല്ലാം ശുദ്ധ ഇരട്ടത്താപ്പായിരുന്നുവെന്നും കേന്ദ്ര സർക്കാരിനോടുള്ള രാഷ്ട്രീയ വിദ്വേഷം കൊണ്ട് മാത്രം നിങ്ങൾ ആ ഒരു സമരത്തിൽ ഡൽഹിയിൽ പോയി അണിചേർന്നതാണ് എന്നും, അതല്ലാതെ നിങ്ങളുടെ ജെനുവിൻ ഇൻട്രസ്റ്റിൽ വിദ്യാർത്ഥികളുടെ മേന്മയോ അവർക്കുണ്ടാകേണ്ടുന്ന അവകാശ സംരക്ഷണമോ ഒന്നും തന്നെ ഒരു പരിഗണനയെ ആയിരുന്നില്ല എന്നും മാത്രമേ മലയാളികളെങ്കിലും മനസ്സിലാക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കണം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിരിക്കുന്ന, അന്നത്തെ ആ പരീക്ഷ എഴുതിയിരുന്ന ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആൾക്കാരെയും ഈ വിവരം അതീവ പ്രാധാന്യത്തോടെ നാട്ടുകാരുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെയും ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.